ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമാണ്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഉച്ചപൂജ ചെയ്തിരുന്നത് ഇന്ന് കക്കാട് അനീഷോദിക്കനാണ്. കളഭാലങ്കാരം പൊട്ടക്കുഴി ദിവാകരനോദിക്കനാണ്. ഒരു നല്ലൊരു മിടുമിടുക്കനായ പൊന്നുണ്ണിക്കണ്ണനാണ് അകത്ത് ശ്രീകോവിലിൽ. വളരെ കേമായിട്ടത് ചാർത്തിയിട്ടുണ്ട്. ആ വലത്തെ കയ്യിൽ നല്ലൊരു ഒരു ഉരുള നെയ്യുണ്ട്, നെയ്യുരുള, വെണ്ണ ഉരുള. ഇടത്തെ കയ്യിൽ നല്ല സ്വന്തം എന്താ പറയുക, പൊന്നോടക്കുഴൽ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. വളരെ കേമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരു 1.5-2 വയസ്സോ 2.5 വയസ്സൊക്കെയാണ് തോന്നിക്കുള്ളൂ കാണാൻ. അത്രയും ചെറിയ പൊന്നുണ്ണിക്കണ്ണനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലിങ്ങനെ അതായിട്ട് ചാടാൻ നിൽക്കുന്ന മാതിരിയാണ്. നമ്മളെ കാണുമ്പോൾ എന്നെ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ചെറിയ ഉണ്ണികൾ നമ്മളോട് ചോദിക്കില്ലേ, അതുപോലെയാണ് നിൽക്കണത്. വെണ്ണ കയ്യിലുണ്ട്, ഓടക്കുഴലുണ്ട്, എന്നാലും ഇനി ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു മുഖഭാവത്തോടെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളോട് ചോദിക്കുകയാണോ അതോ ഇനി യശോദാമ്മോട് ഇനി ഒന്ന് എടുക്കണേ എന്ന് പറയണ പോലെ ആണോ എന്ന് സംശയം. എന്തായാലും വളരെ വളരെ സന്തോഷത്തിലാണെന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. കാൽത്തളകളുണ്ട്, കയ്യിൽ കൈത്തളകളുണ്ട്, കളഭം കൊണ്ട് തന്നെ പീലിയുണ്ട്, നല്ലൊരു കിരീടമുണ്ട്, പൊന്നും ഗോപിയുണ്ട്. വളരെ കേമായിട്ടെന്ന് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ആണ് കാണാൻ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലൂടെ ഈ പറഞ്ഞ പോലെ ആ തിരക്കൊക്കെ അനുഭവിച്ച്, ഇന്ന് അത്യാവശ്യം നല്ല തിരക്കിലൊക്കെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഉദയാസ്തമന പൂജയുടെ തിരക്കൊക്കെ ഉണ്ടാവിട്ട് അതൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജ അലങ്കാരം കാണാൻ ദർശിക്കാൻ ചെല്ലുന്ന ആ ഒരവസ്ഥയിൽ നമ്മൾ ആ സോപാനപ്പടിയിൽ ഇങ്ങനെ നിന്ന് അകത്തേക്ക് നോക്കി, ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ, ആ വെണ്ണക്കണ്ണനെ, ആ പൊന്നോടക്കുഴൽ പിടിച്ച ആ മഹാ ഉണ്ണിക്കണ്ണനെ തന്നെ കാണാനുള്ള ആ ഒരു സന്തോഷം നമ്മൾ കണ്ടു. നമ്മളെ മനസ്സിൽ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നമ്മളെ മനസ്സിൽ അത് സങ്കല്പിക്കുക. ആ ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിശ്വരൂപം നമ്മളിലേക്ക് നമ്മൾ കണ്ടു വണങ്ങുന്ന പോലെ അത് കണ്ട് വണങ്ങുക. നമ്മളുടെ ആഗ്രഹങ്ങൾ എല്ലാം അറിയുന്ന ആളാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ. എന്നിരുന്നാലും നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, നമ്മളെ വിഷമങ്ങൾ, കഷ്ടതകൾ എല്ലാം ഗുരുവായൂരപ്പൻ്റെ ആ പാദത്തിൽ സമർപ്പിക്കുന്ന പോലെ സമർപ്പിക്കുക. നമുക്ക് വേണ്ടതെല്ലാം ഗുരുവായൂരപ്പൻ കനിഞ്ഞരുളും. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണെന്ന്. വളരെ ആ ചുറുചുറുക്കുള്ള ചെറിയ ഉണ്ണിക്കണ്ണനെ കാണാൻ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം ഐം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപത്രേ ജ്വാലപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിസേ ഹും ഫട്ട് സ്വാഹ. എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ കൃഷ്ണൻ. കൃഷ്ണ ഹരേ.